ഹലോ, ഇന്ന് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങും 2 ഉള്ളിയും 2 പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും എല്ലാം കൂടി ചേർത്ത് കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തരക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് 2 ഏലക്കായും ഒരു കാറാമ്പട്ടയും 2 കാറാമ്പൂവും പിന്നെ 2 പച്ചമുളകും 2 കറിവേപ്പിലേൻ്റെ ഇലയും എല്ലാം കൂടി ഇട്ട് വറുത്ത് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നേരത്തെ എടുത്ത് വെച്ച കഷ്ണങ്ങളിലേക്ക് ചിക്കനും ഇടുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ മസാലപ്പൊടിയും കുറച്ച് ഇട്ടോളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒരൊറ്റ തിളച്ചിട്ട് ഓഫാക്കി വെക്കുക. എന്നിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചിക്കൻ കറി റെഡി. ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയണതാണ്, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതിന് ഞാൻ കറക്റ്റ് എല്ലാത്തിൻ്റെ അളവ് ഞാൻ അങ്ങനെ മുളക് പൊടി ഇത്ര സ്പൂണെന്ന് പറയാത്തതൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. ഓരോരുത്തരുടെ ആവശ്യാനുസരണം എല്ലാവരും എടുത്തോളൂ കേട്ടോ. അതാണ് നല്ലത്. എരിവ് ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറവ് മതിയാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ബൈ.